ഇസ്രായേൽ അക്രമത്തിൽ കൊല്ലപ്പെട്ട അൽ ജസീറ മാധ്യമ പ്രവർത്തകൻ അനസ് അൽ ഷെരീഫ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ സജീവ അംഗമായിരുന്നെന്ന് IDF. മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഇയാൾ ഭീകരപ്രവർത്തനം നടത്തിയിരുന്നതായും ഹമാസിൽ നിന്ന് ശമ്പളം വാങ്ങിയിരുന്നതായും IDF അറിയിച്ചു. അൽ ജസീറയുടെ 5 മാധ്യമപ്രവർത്തകരെ ഇസ്രായേൽ ക്രൂരമായി വധിച്ചുവെന്ന വാർത്ത ലോകമെങ്ങും പ്രചരിക്കപ്പെടുന്നതിനിടെയാണ് മറുപടിയുമായി ഇസ്രായേൽ രംഗത്തെത്തിയത്. തങ്ങളുടെ മാധ്യമപ്രവർത്തകനായിരുന്ന അനസ് അൽ ഷെരീഫും മുഹമ്മദ് ഗീക്ക് എന്ന സഹപ്രവർത്തകനും ക്യാമറമാൻമാരായ ഇബ്രാഹിം സഹർ, മുഹമ്മദ് നൌഫൽ, മോമൻ അലിവ എന്നിവരും കൊല്ലപ്പെട്ടതായി അൽ ജസീറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മാധ്യമപ്രവർത്തനത്തിന്റെ മറവിൽ ഭീകരപ്രവർത്തനം നടത്തിയിരുന്ന മാധ്യമപ്രവർത്തകനെയാണ് തങ്ങൾ വധിച്ചതെന്നാണ് IDF പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട അൽ ജസീറ റിപ്പോർട്ടർ അനസ് അൽ ഷെരീഫ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ സജീവ അംഗമായിരുന്നെന്ന് IDF പറഞ്ഞു. അൽ ഷെരീഫിൽ നിന്ന് കണ്ടെടുത്ത പരിശീലന രേഖകൾ, കോണ്ടാക്ട് ലിസ്റ്റുകൾ, ശമ്പള വിശദാംശങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള രേഖകൾ ഹമാസുമായുള്ള ബന്ധം തെളിയിക്കുന്നതായും IDF ചൂണ്ടിക്കാട്ടി. ഒക്ടോബറിൽ ഗാസയിൽ നിന്ന് കണ്ടെത്തിയ രേഖകൾ ഷെരീഫ് ഒരു റോക്കറ്റ് വിക്ഷേപണ സ്ക്വാഡിന് നേതൃത്വം നൽകിയെന്നും ഹമാസിന്റെ കിഴക്കൻ ജബാലിയ ബറ്റാലിയനിലെ ഒരു ഉന്നത നുക്ബ ഫോഴ്സ് കമ്പനിയിലെ അംഗമാണെന്നും തെളിയിക്കുന്നതായി IDF പറഞ്ഞു. ഹമാസ് ഭീകരസംഘടനയിൽ നിന്നും തീവ്രവാദ പിന്തുണക്കാരായ അൽ ജസീറയിൽ നിന്നും ഒരേ സമയം ഇയാൾക്ക് ശമ്പളം ലഭിച്ചിരുന്നതായി IDFന്റെ അന്താരാഷ്ട്ര വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ഷോഷാനി പറഞ്ഞു. ഞായറാഴ്ച വൈകുന്നേരം അൽഷിഫ ആശുപത്രിയുടെ പ്രധാന ഗേറ്റിന് പുറത്തുള്ള ജേർണലിസ്റ്റ് ടെന്റിന് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. തങ്ങൾ മാധ്യമപ്രവർത്തകരെയല്ല, ഭീകരരെയാണ് ലക്ഷ്യമിട്ടത്. ഇവർക്കൊപ്പം കൊല്ലപ്പെട്ട 2 പേർ ഭീകരരാണെന്നും ഈ മാധ്യമപ്രവർത്തകർ തുരങ്കത്തിലടക്കമെത്തി ഹമാസിന്റെ നേതൃത്വവുമായി സഹകരിച്ച് പ്രവർത്തിച്ചതിന്റെ രഹസ്യാന്വേഷണ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും IDF പറഞ്ഞു. അൽ ഷെരീഫ് കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹ്യ സിൻവാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്ന് തെളിയിക്കുന്ന പല ചിത്രങ്ങളും ഇതിനകം പുറത്തുവന്നിട്ടുണ്ട്. ഇത്തരം മാധ്യമപ്രവർത്തകർ ഗാസയിൽ ഹമാസിനായി പ്രവർത്തിക്കുകയും പ്രൊപ്പഗൻഡ ന്യൂസുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.